കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹ്യുൻവുവും സൂജിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളെ ഒരു ട്രക്കിനകത്ത് ഒരു ശവപ്പെട്ടിക്കകത്താണ് കിടത്തിയിട്ടുണ്ടായിരുന്നത്. ജെയും അവളെ വിളിച്ചിട്ട് എന്തായാലും നിന്നെ കണ്ടുപിടിക്കും എന്ന് പറയുന്നുണ്ട്. ഹ്യുൻവുവും ജെയോട് നിനക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ നഷ്ടമായാൽ മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. സൂജിനെ നിനക്കൊരിക്കലും കണ്ടെത്താനാകില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്കെടുത്ത് അവനും ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്ന സമയം ജെയും ഓടി വന്ന് അവനെയും കൊണ്ട് ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടുന്നു. ജയ്ക്ക് നേരത്തെ തന്നെ അറിയാം ഹ്യുൻവു ആത്മഹത്യ ചെയ്യുമെന്ന്. അതുകൊണ്ട് അവൻ നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അവർ രണ്ടുപേരും താഴേക്ക് വീഴുന്നത് മാട്രസിന്റെ പുറത്താണ്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ജയും അവനോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടെയാണെന്ന്. പക്ഷെ ഹ്യുൻവു ഒരക്ഷരം മിണ്ടുന്നില്ല. ഹ്യുൻവു സൂചന തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ സ്ഥലത്തൊക്കെ പോലീസുകാരെ നിൽക്കുകയാണ്. അവര് അവിടെയെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ജയും അവളെ വിളിക്കുന്നു. അവനും അവളെ സമാധാനിപ്പിക്കുന്നു. എല്ലാവരും നിനക്കായിട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. സൂചനം അവിടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നോക്കിയിട്ട് ഈ ഒരു ഫോണിന്റെ ബാറ്ററി ലോ ആണ്, ഒരുപാട് നേരം നമുക്ക് സംസാരിക്കാനാകുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം എന്ന് പറയുമ്പോ ജയും നിന്നെ എന്ത് വന്നാലും ഞാൻ കണ്ടെത്തുമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അവിടെ തന്നെയുള്ള ഒരു കാറിനകത്ത് ഹ്യുൻവുവും ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടെയാണെന്ന്. പക്ഷെ അവരോടും അവനൊന്നും തന്നെ പറയുന്നില്ല. ജയും വക്കീലിനെ വിളിക്കുന്നുണ്ട്. അവളോടും ഡോക്ടറിനോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോ എന്തായാലും അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട്. അവള് ഒരു ശവപ്പെട്ടിക്കകത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വളരെ തണുപ്പാണ്. അത് മാത്രല്ല കാർബൺ ഡയോക്സൈഡ് പോയിസണിങ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് നേരം അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനാകില്ല. അവള് ബോധം കെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വളരെ അപകടമായിരിക്കും. അതുകൊണ്ട് നീ അവളെ ഫോൺ വിളിച്ച് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനവനും എനിക്ക് വിളിക്കാനാകില്ല, അവൾ ഫോണിന്റെ ബാറ്ററി ലോ ആണ് എന്ന് പറയുന്നുണ്ട്. വക്കീലും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് അവളെ കണ്ടെത്താമെന്ന് അവളും അവനെ സമാധാനിപ്പിക്കുന്നു. പോലീസുകാരും ചിന്തിക്കുന്നത് ഇനി അവൻ ഏതെങ്കിലും ഫാക്ടറിക്കുള്ളിലാണ് അവളെ കുഴിച്ചിട്ടതെങ്കിലോ, ആ ഒരു പോസിബിലിറ്റീസ് ഒക്കെ അവര് നോക്കുന്നുണ്ട്. ജെയും വീണ്ടും ചെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മറ്റുള്ള പോലീസുകാരും അവന് പിടിച്ചു മാറ്റുന്നു. അവള് മരിക്കണമെന്നാണോ നീ കരുതുന്നത്? നീ കാരണം മരിക്കാനിരുന്ന എല്ലാവരും ഇവിടെ ഇപ്പോഴുണ്ട്. നീ ഇഷ്ടപ്പെടുന്ന ഒരാൾ മാത്രം മരിക്കാനായി പോവുകയാണ്. അതിന് ഹ്യുൻവുവും നിനക്ക് അതിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജയ്ക്ക് വിഷമമാകുന്നു. അവനും ഒരു കാര്യം ഹ്യുൻവുവിനോട് പറയുന്നുണ്ട്. നീ ആദ്യമായി കൊലപ്പെടുത്തിയ ഡോക്യുങ് എന്ന് പറയുന്ന ആള് നീ ഉണ്ടായിരുന്ന ആ ഒരു ഓർഫനേജിൽ വെച്ചിട്ട് നിന്നെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന ആ പയ്യനാണ്. അവൻ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ നിന്നെ ഒരുപാട് ബുള്ളി ചെയ്തിരുന്നു. ശരിക്കും ആ പയ്യൻ കാരണമാണ് ഇവന്റെ അടുത്ത് ജെയും 20 വർഷങ്ങൾക്ക് മുന്നേ അവൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജെയും എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രവചനം ഇത്രയും നാളും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്നോട് നീ ക്ഷമിക്കണം. അപ്പോഴാണ് ആ ഒരു സംഭവം കാണിക്കുന്നത്. ഒരു ദിവസം ഹ്യുൻവുവിനെ കാണാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഓർഫനേജിലെ ഡോക്യുങ് എന്ന ഇവനെ ബുള്ളി ചെയ്തിരുന്ന ആ പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഹ്യുൻവു പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സും മറ്റും ഇരിക്കുന്നത് ആ ബുള്ളി ചെയ്ത പയ്യനും കാണുന്നു. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നിനക്ക് വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ ഹ്യുൻവുവും പറയുന്നത് എനിക്കൊരു ഡോക്ടർ ആകണമെന്നാണ്. എന്റെ അച്ഛൻ ഒരുപാട് പെൺകുട്ടികളെ കൊലപ്പെടുത്തി, അയാൾ ചെയ്ത പാപങ്ങൾക്ക് എനിക്ക് പരിഹാരം ഉണ്ടാക്കണം. അതിന് ബുള്ളിയും അത് കൊള്ളാലോ, നീ എന്തായാലും ആത്മഹത്യ ചെയ്യാനായി പോവുകയല്ലേ, പിന്നെന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നത്? അതിന് ഹ്യുൻവുവും നീ എന്തൊക്കെയാ പറയുന്നത്? അതിന് ബുള്ളിയും നിനക്ക് ഓർമ്മയില്ലേ, അവനല്ലേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആത്മഹത്യ ചെയ്യുമെന്ന്. ഒരുപാട് പോലീസുകാര് ചുറ്റിലും നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നല്ലേ നീ ആത്മഹത്യ ചെയ്യാനായി പോകുന്നത്? നീ എന്തായാലും കൊലപാതകയുടെ മകനല്ലേ, നീ ഒരു ഡോക്ടർ ആവാൻ പോകുന്നെന്നോ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു. അത് കേൾക്കുമ്പോ അവനും ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അങ്ങനെയാണ് ഡോക്യുങ്ങിനെ ഇവനും കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് അവന്റെ ഐഡന്റിറ്റി വെച്ചിട്ടാണ് ഇത്രയും കാലം ഹ്യുൻവുവും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ടീം നീ പറയുന്നത് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ? പക്ഷെ സൂചൻ മരിച്ചാലോ നീയും ഒരുപാട് വേദനിക്കും. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും മരിക്കാനായി ട്രൈ ചെയ്യുന്നത്? എനിക്കിപ്പോഴും കാണാനായി സാധിക്കും നീ വീണ്ടും ജയിലിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യാനായി പോകുന്നത്. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം ഇട്ടിട്ട് നീ എവിടേക്കെങ്കിലും ഓടിപ്പോകാനായി ശ്രമിക്കുന്നതാണ്. നീ നിന്റെ മനസ്സ് മാറ്റണം. നീയല്ലേ പറഞ്ഞിട്ടുള്ളത് അവളാണ് ഇത്രയും കാലം നിന്നെ ജീവിക്കാനായി പ്രേരിപ്പിച്ചതെന്ന്? അതുകൊണ്ട് നീ പറയ് അവൾ എവിടെയാണ്? അതിന് ഹ്യുൻവുവും നീ എന്നെ ഇത്രയും മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നീ ഇതൊക്കെ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരിക്കലും അവൾ എവിടെയാണെന്ന് പറയില്ല. ജയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ ഹ്യുൻവു ആണെങ്കിൽ ഒന്നും തന്നെ അവനോട് പറയുന്നില്ല. പോലീസുകാരും അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ടെയും ഒരു കാര്യം ചീഫിനോട് വന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ ആ ഹ്യുൻസു എന്ന ആളിലെ മിഡ് നൈറ്റ് കേസിലെ ശരിയായ പ്രതി അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികളെ ശവപ്പെട്ടിയിൽ അടക്കിയിട്ടുണ്ടായിരുന്നത്? ഹ്യുൻവു ആണെങ്കിൽ ഹ്യുൻസുവിന്റെ ആ കൊലപാതകം അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് മിജിനെ കൊലപ്പെടുത്തിയത്. അതേപോലെയാണ് ഇപ്പോൾ സൂചനയും അവൻ ചെയ്തിരിക്കുന്നത്. എന്തിനായിരിക്കും അവളെ ആ ശവപ്പെട്ടിയിൽ അവൻ ആക്കിയിട്ടുണ്ടായിരിക്കുന്നത്? അതുകൊണ്ട് ഹ്യുൻസുവിനോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും പറയുമെന്ന് ടെയും കരുതുന്നു. അങ്ങനെ പോലീസുകാരും ഹ്യുൻവുവിനെ ഹ്യുൻസുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പോലീസുകാരും ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. മറ്റുള്ള പോലീസുകാരും ടെയുടെ പ്ലാനൊക്കെ
ഇതൊക്കെ വർക്കാകുമോ എന്ന് ചോദിക്കുമ്പോൾ ചീഫും പറയുന്നത് ടേ പറഞ്ഞതുപോലെ ഹ്യുൻസു ചെയ്തതുപോലെ അതേപോലെയുള്ള കൊലപാതകങ്ങളാണ് ഹ്യുൻവുവും ചെയ്യുന്നത്. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഹ്യുൻവുവിന് അറിയില്ല. ഹ്യുൻസു പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവൻ പറയാതെ ഇരിക്കില്ല. ഹ്യുൻവു വിചാരിക്കുന്നത് അതിലൂടെ അവന്റെ അച്ഛന്റെ പ്രതികാരം തീർക്കാമെന്നാണ്. അപ്പോഴാണ് ഹ്യുൻസു, അതായത് ആ കില്ലർ, അയാളുടെ കഥ പറയുന്നത്. ഈ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം എന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന്. അവരെപ്പോഴും എന്റെ അച്ഛൻ ഉപദ്രവിക്കുമായിരുന്നു. അവര് മരിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ശവപ്പെട്ടിക്കകത്ത് കയറി ഒളിച്ചിരുന്ന സമയത്താണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ മരിച്ച കാര്യം തന്നെ ഞാൻ അറിയുന്നത്. അമ്മയുടെ തലമുടി അന്ന് പിടിച്ചു നോക്കിയതിന് പകരം അവരുടെ കൈ പിടിച്ചു നോക്കിയെങ്കിൽ എനിക്ക് അറിയാൻ സാധിച്ചെന്നെ അവര് മരിച്ചുപോയെന്ന്. നീയും ആ പെൺകുട്ടിയുടെ മുടിയും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നീ വീണ്ടും അവളെ കൊല്ലോ. അതിന് ഹിൻവുവും നീ ഞാനും ഒരുപോലെയാണെന്ന് വിചാരിച്ചോ? അതിന് ഹിൻസു, പിന്നെന്തിനാ അവളൊരു ശവപ്പെട്ടിയിൽ നീ അടക്കിയത്? അതിന്റെ കാരണം അവളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതിയിട്ടല്ലേ? അതിന് ഹിൻവുവും, നീ എന്തിനാ 7ാമത്തെ വിക്ടിമിനെ ഹോസ്പിറ്റലിൽ വന്ന് കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോ ഹ്യുൻസും പറയുന്നത്, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. ഹ്യുൻവുവും, എന്തായാലും പോലീസുകാരുടെ ഇടയിൽ തെളിവുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. ഹ്യുൻസു, ഞാനും ഒരു വിക്ടിമാണ്. നീ അങ്ങനെയല്ലല്ലോ. എനിക്കറിയണം എന്തിനു വേണ്ടിട്ടാ ആ പെണ്ണിനെ നീ ശവപ്പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് തോന്നുന്നു നിനക്ക്? അവളിപ്പോ മരണത്തോട് അടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ അയാളും ഹ്യുൻവുവിനെ പ്രൊവോക്ക് ചെയ്യുന്നു. ഹ്യുൻവുവിനും വിഷമം തോന്നുമെങ്കിലും അവൾ എവിടെയാണെന്ന് അവൻ ഇനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ടേയും അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബിൽഡിംഗും ലോക്ക്ഡ് ആണ്. പിന്നെ എവിടെയായിരിക്കും അവളെ പൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കുക? ഇവൻ പോകുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ആ ട്രക്കുകളും കിടക്കുന്നത്. പക്ഷെ അവൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പോലീസിന്റെ സൈറനും ഇട്ട് ആ ഒരു സ്ഥലത്തു കൂടി കാർ ഓടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് സൂചനയും വിളിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും കേൾക്കാനായി സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്നാണ് അവളും പറയുന്നത്. ടീം വീണ്ടും വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് എത്തുമ്പോ അവളും ആ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ടീം ആ ഒരു ഭാഗമെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ട്രക്കുകള് അവനെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു ട്രക്കിനകത്ത് അവൻ ആ ശവപ്പെട്ടി വെച്ചുകൂടാ എന്ന് ടേയും ചിന്തിക്കുന്നു. ഇവിടെ സൂചനും പതിയെ ബോധം നഷ്ടമാകാനായിട്ട് തുടങ്ങുന്നു. അത് ടേയും മനസ്സിലാക്കുന്നുണ്ട്. അവനും അവിടെയുള്ള എല്ലാ ട്രക്കുകളും പരിശോധിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഹ്യുൻവുവും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഒരു ട്രക്കിനകത്താണ് വെച്ചിരിക്കുന്നതെന്നും ആ ഒരു ട്രക്കിന്റെ നമ്പറും അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരും ആ ഒരു ട്രക്കും അന്വേഷിച്ചു പോകുന്നു. ആ വഴിക്ക് വെച്ച് ടേയും കാണുന്നുണ്ട്. അവരും ആ ട്രക്ക് കണ്ടുപിടിക്കുന്നു. അവർ നോക്കുമ്പോ അതിനകത്ത് ഒരു ശവപ്പെട്ടിയുണ്ട്. അവരും വേഗം തന്നെ അത് തുറക്കുന്നു. അതിനകത്ത് സൂചനുണ്ടായിരുന്നു. അവരും സൂചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഹിൻവുവിനോടും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവൻ എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നു. ശേഷം ട്രയലും നടക്കുകയാണ്. ഇടയ്ക്കൊക്കെ സാക്ഷി പറയാനായി ടേക്കും കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. പക്ഷെ ആ സമയത്തും സൂജിൻ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ടേയും ഹ്യുൻവുവിനെ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസില് കുറച്ചുനാള് അവനും ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂജിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയാനായി അവനും സാധിക്കുന്നില്ല. ചിലപ്പോൾ ഇവന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ എഴുന്നേൽക്കുമെന്നാണ് ഇവനും കരുതുന്നത്. അതുകൊണ്ട് ഒരു റെക്കോർഡിംഗ് ഡിവൈസ് വെച്ചിട്ട് എന്നും അവളെ കുറിച്ചുള്ള കാര്യങ്ങള് അവൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. ശേഷം ഹ്യുൻസു ആണ് ആ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം നാട്ടിലെ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീഡിയയും വിക്ടിമിന്റെ റിലേറ്റീവ്സും എല്ലാം തന്നെ സമരം ചെയ്യുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അയാളൊരു മോൺസ്റ്റർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഹിൻവുവിനും ട്രയൽ നടക്കുകയായിരുന്നു. ആദ്യത്തെ ട്രയലിൽ അവന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനത് അപ്പീൽ ചെയ്യാനോ ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ടേയുടെ സെക്കൻഡ് ട്രയലില് ഇവന് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഉണ്ടാകാത്തത് കൊണ്ടും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കൊണ്ടും 4 വർഷം ജയിൽ ശിക്ഷയും 5 വർഷം പ്രൊബേഷൻ കാലാവധിയാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവനും പുറത്തിറങ്ങുന്നു. വക്കീലും കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ടേയെ വക്കീൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുന്ന സമയം ഇവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാസറ്റ് അവളും കളക്ട് ചെയ്ത് സൂചന കൊണ്ട് കൊടുക്കുമായിരുന്നു. ശരിക്കും അവൻ ജയിലിലായിരിക്കുന്ന സമയം അവളും അത് കേൾക്കാറുണ്ടായിരുന്നു. അവൻ ജയിലിലായിരിക്കുന്ന സമയവും മറ്റു പോലീസുകാരും അവിടെയുള്ള തടവുകാരും ഇവൻ ഈ ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനോട് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് അവരുടെ മരണം എങ്ങനെയാണെന്ന് പ്രവചിക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ തനിക്ക് ഇപ്പോൾ ആ ഒരു പവർ നഷ്ടപ്പെട്ടെന്നും അന്ന് ഹിൻവുവും ഞാനും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ സമയം എന്റെ തല തറയിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ പവർ നഷ്ടമായി എന്നൊക്കെയാണ് അവരോട് പറയുന്നത്. പക്ഷെ അവരാരും അവനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ ഹ്യുൻവുവും ഹ്യുൻസുവും ഒരേ ജയിലിലാണ് ഇപ്പോഴുള്ളത്. ശേഷം ടേയും വീട്ടിലേക്ക് വന്നിട്ട് ബേക്കിന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ടേക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ടേ ആദ്യമായിട്ട് ബേക്ക് കണ്ട സമയം അയാൾക്ക് നന്നായിട്ട് അറിയാം ടേ കാരണമാണ് അയാൾ മരിക്കാനായി പോകുന്നതെന്ന്. കാഴ്ച നഷ്ടമാകുന്നതിന് മുന്നേ അയാൾക്ക് അയാളുടെ മരണവും കാണാനായി സാധിക്കുമായിരുന്നു. എന്നിരുന്നാലും അയാൾ എന്നെയും കൂടെ കൂട്ടി. അയാൾക്ക് നന്നായിട്ടറിയാം ഞാൻ ഹ്യുൻവുവും ഒരു നാള് കണ്ടുമുട്ടുമെന്ന്. ശേഷം ടേയും ഹ്യുൻവുവിനെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവള് ഉണർന്ന കാര്യം അവനും ഹ്യുൻവുവിനോട് പറയുന്നു. അതുകൊണ്ട് നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാനായി ശ്രമിക്കരുത്. സൂചനും എന്തായാലും നിന്നോട് ക്ഷമിക്കും. അവൾ നിന്നെ കാണാനായി
ഇവിടേക്ക് വരും എന്ന് പറയുന്നു. ഹ്യുൻവുവും അതിന് സമ്മതിക്കുന്നുണ്ട്. ശേഷമാണ് അവനും വീട്ടിലേക്ക് വന്ന് സൂചിനെ കാണുന്നത്. അവൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് നടക്കാനൊന്നും ആവില്ല. അവൾ ഒരുപാട് നാള് അൺകോൺഷ്യസ് ആയിട്ട് കിടന്നത് കൊണ്ട് തന്നെ അവൾക്ക് നടക്കാനൊന്നും സാധിക്കില്ല. ഒരുപാട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് അവളും നടക്കാനായി ശ്രമിക്കുന്നത്. പിന്നീട് അവളും സ്വന്തമായി നടക്കാനായി ശ്രമിക്കുന്നു. ശേഷം അവളും സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാനൊക്കെ എത്തുന്നുണ്ട്. എല്ലാവരും അവളെയും വെൽക്കം ചെയ്യുന്നു. ജെയിം അവിടെയുള്ള പോലീസുകാരുടെ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. അവരുടെ മരണം വ്യത്യാസമായിട്ടുണ്ട്. ശേഷം സൂചനും ഹ്യുൻവുവിനെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. അവനും എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചത് നീ എന്നെ കാണാൻ വരില്ല എന്നാണ്. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, എന്തായാലും ഡെത്ത് പെനാൽറ്റി എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ജീവിക്കാൻ നോക്കുന്ന പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. ശേഷം ടീം അവൻ ഇതിനു മുന്നേ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്ലസിലുള്ള ട്രാക്കർ മാറ്റിയിട്ട് ആ ഒരു മാല മാത്രം അവൾക്കും കൊടുക്കുന്നുണ്ട്. അവനിപ്പോ അവളുടെ മരണം കാണാനായി സാധിക്കുന്നു. അവളും കുറച്ച് വയസ്സായി. രാവിലെ ഉറക്കത്തിൽ വെച്ചിട്ടാണ് അവള് മരിക്കാനായി പോകുന്നത്. എനിക്കറിയില്ല എത്ര നാൾ നമ്മൾ ഒരുമിച്ച് കഴിയുമെന്ന്. ഞാനാണോ അവളാണോ ആദ്യം വിട്ടുപിരിയാനായി പോകുന്നതെന്നും ആദ്യം മരിക്കാനായി പോകുന്നതെന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കും അവസാനം വരെ. ഇവിടെ വെച്ച് ഈ സീരീസ് അവസാനിക്കുന്നു.